എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് കുറച്ച് മുളകുകളെ പരിചയപ്പെട്ടാലോ? കുറച്ച് മുളകുകൾ എന്ന് പറയാൻ പറ്റത്തില്ല, വീട്ടിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു മുളകിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അതായത് നമുക്ക് നീലൻ മുളക്, നീലൻ ഉണ്ടമുളക് എന്നൊക്കെ പറയും ചിലയിടത്തൊക്കെ. അപ്പം നീലൻ മുളക് എന്ന് പറയാൻ പറ്റത്തില്ല, നീലയും വയലറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. പക്ഷെ നീലമുളക് എന്നൊക്കെ എല്ലാവരും പറയും. അടിപൊളി മുളകാണ് കേട്ടോ. എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു തൈ കിട്ടിയാലോ, ഇതിൻ്റെ ഒരു വിത്ത് കിട്ടിയാലോ ഒക്കെ കൊണ്ടുപോയി നട്ട് നമ്മുടെ വീട്ടിൽ പിടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മുളക് തന്നെയാണിത്. കാരണം ദിവസവും ശരിക്കും മുളക് കിട്ടുകയും ചെയ്യും. നമുക്ക് മുട്ടയ്ക്കായാലും മീനിനായാലും ഏത് കറികൾക്കായാലും നമുക്ക് അരിഞ്ഞിട്ടാൽ യാതൊരു അരുചിയും ഈ മുളകിനില്ല. മണവും അങ്ങനെയുള്ള എന്ന് വെച്ചാൽ രുചിയായിട്ടുള്ള യാതൊരു മണമോ അങ്ങനെ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി ഒരു മുളകാണ് ഈ നീലമുളക്. ഇവിടെ ഞാൻ നീലമുളക് എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. ഇതൊരു സാധാരണ മുളകൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ കുറ്റിയായിട്ടല്ലേ പിടിക്കുന്നത്. ഇത് ഒരു ഒരു മരം പോലെയാണ് ഇത് പിടിക്കുന്നത്. നമ്മൾ കുഞ്ഞിലെ തന്നെ ഇതുപോലെ ചീനിക്കമ്പും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും തടിക്കഷ്ണം വെച്ചിട്ട് കമ്പൊക്കെ വെച്ചിട്ട് വെച്ച് കൊടുത്ത് അതിനകത്തൊരു കയറും കെട്ടിക്കൊടുത്ത് അതിന് കമ്പിനൊരു സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മരം പോലെ ആയി ശരിക്കും പൂത്ത് എന്നും നമുക്ക് മുളക് പറിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കീടങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കണം. അതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കീടങ്ങളായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മുഞ്ഞയാണ് കേട്ടോ. മുഞ്ഞ പിടിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണം. മുഞ്ഞ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ആ ഭാഗം അങ്ങ് നുള്ളിക്കളഞ്ഞാൽ മതി. നുള്ളി ചവിട്ടി കളഞ്ഞാൽ ആ മുഞ്ഞ അങ്ങ് പൊക്കോളും. അതല്ലെങ്കിൽ വേപ്പെണ്ണ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മുഞ്ഞ ഒരുപാട് കൂടുതലായിക്കഴിഞ്ഞാൽ വേപ്പെണ്ണ കൊടുക്കണം. ഇവിടെ എന്ന് പറഞ്ഞൊരു 3-4 മൂട് മുളകുണ്ട് കേട്ടോ. മമ്മീന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കയറും കൂടെ ചേർത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇത് മറിഞ്ഞു വീഴും. കാരണം ഇത് മേളിലോട്ട് ഇങ്ങനെ മരം പോലെ ഒരുപാട് ശിഖരങ്ങളായിട്ടാണ് ഈ മുളക് പിടിക്കുന്നത്. പിന്നെ എന്നും ഇതിനകത്ത് നന്നായിട്ട് മുളക് പിടിക്കും കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് മുളക് കിട്ടും, നിറച്ച് പൂക്കുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെയിലുള്ള സ്ഥലത്ത് ഇത് വെക്കണം കേട്ടോ. ഈ മുളക് വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇത് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് വെയിൽ വളരെ അത്യാവശ്യമാണ്. എന്നാലേ നിറച്ച് പൂക്കുകയും കായ്ക്കുകയും ചെയ്യത്തുള്ളൂ. വെയിൽ കുറവാണെങ്കിൽ കായ്ഫലം കുറവായിരിക്കും, മുരടിച്ചു പോവും അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ മുളക് കിട്ടുകയാണെങ്കിൽ വെക്കണം. ഇതിൻ്റെ തണ്ടിന് ഒരു നീല കളറാണ് കേട്ടോ. തണ്ടിനൊരു നീല കളറാണ്. അതുപോലെ മുളക് ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചു വരുന്ന സമയത്തും ഒരു കടും നീല കണ്ടോ. ഇതുപോലൊരു നീലയല്ല, ഒരു വയലറ്റും നീലയും കൂടെ ചേർന്നൊരു പർപ്പിൾ കളറല്ലേ, അതുപോലെ ഒക്കെ ഒരു കളറാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതിനുശേഷം പിന്നെ ഇത് പച്ചയായി പിന്നെ ആ കളറിന് കുറച്ച് മങ്ങി ഇങ്ങനെ മുളകിന് വ്യത്യാസമായിട്ടുള്ള പല കളറുകളായിട്ട് മാറും. അങ്ങനെ ഒരു മുളകാണ് ഇത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഇത് എല്ലാവരും വീട്ടിൽ വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേപ്പും പിണ്ണാക്കും ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ലതാണ്. ജൈവവളങ്ങൾ ഇട്ട് കൊടുത്ത് വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു മുളക് ഉണ്ടോയെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മാർക്കറ്റിലൊക്കെ ഇതിന് നല്ല വാല്യൂ ഉള്ളൊരു മുളകാണ് കേട്ടോ. നല്ല റേറ്റ് ഉള്ള മുളകാണ്. പക്ഷെ നമ്മൾ കൊടുക്കാറില്ല. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കും. എന്തെങ്കിലും ഒരു കറി വെക്കുമ്പോൾ പെട്ടെന്ന് പോയി ഒരു മുളക് പറിച്ചുകൊണ്ട് വന്ന് അതിനകത്തേക്ക് ഇടാനായിട്ട് ഈ മുളക് വളരെ ഉപകാരപ്രദമാണ്. കാരണം നിറച്ച് പിടിക്കും കേട്ടോ. അത് പിടിച്ചാൽ നിറച്ച് കായ്ക്കും. അങ്ങനെയാണ്. നമുക്കൊരു 3-4 മൂടുണ്ട് കേട്ടോ. പിന്നെ ഈ മുളകിൻ്റെ വിത്ത് നമ്മൾ എടുത്ത് പാവി അതിനകത്തും തന്നെ നിന്ന് പഴുക്കുമ്പം നമ്മൾ പാവിയാൽ നമുക്ക് ഇഷ്ടംപോലെ വിത്തുകൾ കിട്ടുകയും ചെയ്യും. തൈ മുളപ്പിച്ചെടുക്കാനായിട്ടൊക്കെ എളുപ്പമായിട്ടുള്ള ഒരു മുളകാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ അങ്ങോട്ടായി പഴുക്കാൻ തുടങ്ങുമ്പോൾ കിളികൾ ഒരു പച്ചക്കിളിയുണ്ട്. ഇത് വന്ന് ഈ മുളക് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം കാണാനായിട്ടിടയായി. ഈ മുളക് കഴിക്കാനായിട്ടൊരു പച്ചക്കിളി വരും. പക്ഷേ ശരിക്കും നല്ല മുളകാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ മുളക്. അപ്പം ഈ മുളകിൻ്റെ പേര് നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താണ് വിളിക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ നീലമുളകും നീലൻ ഉണ്ടമുളകും എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു വേറെ സ്ഥലങ്ങളിൽ പല പേരുകൾ കാണുമായിരിക്കാം. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളിങ്ങനെ ടയറൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു മൂട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പിടിച്ച് വരുന്നേ ഉള്ളൂ. ഒരു കുഞ്ഞു മൂടാണ്. വെയിലത്താണ് എല്ലാം പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇതുപോലെ മരങ്ങൾ തടിയൊക്കെ വെച്ച് കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം പിന്നെ ഇത് അടുത്ത് നിന്നൊരു പച്ചമുളകാണ് കേട്ടോ. അതിനകത്തും കുറേ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കാശ്മീരി മുളകാണ് കേട്ടോ. അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ നമ്മൾ പൊടിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ അരി ഇങ്ങനെ എടുത്ത് പാവിയപ്പോൾ അത് കിളിച്ചതാണ്. പക്ഷേ ശരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ മുളക്. കണ്ടോ, ശരിക്കും മുളക് അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നീണ്ട കാശ്മീരി മുളകാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നതാണ്. എല്ലാവരും സുഖമായിരിക്കട്ടെ.